എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1/2 സ്പൂൺ ആർക്കേജും, ഇത് ചൂടായി വന്നാൽ അതിലേക്ക് 1/4 സ്പൂൺ ഉലുവയും ഇടാം. ഉലുവ നന്നായി പൊട്ടിയിട്ട് വന്നാൽ അതിലേക്ക് 3 ഉള്ളിയും 3 പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇടാം. 5 തക്കാളിയും ഇത് വഴന്ന് വന്നാൽ ഇടേണ്ടതാണ്. ആ വീഡിയോ എന്നോട് സ്കിപ്പായി പോയതാണ്. നമ്മുടെ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടണം. ഞാനിപ്പോൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയുമായി ചിക്കൻ നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിന് വേണ്ടി മസാലപ്പൊടി തയ്യാറാക്കണം. അതിനുവേണ്ടി 5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് നന്നായി വറുത്തെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇടണം. ഇതും എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി ഒരു ജാറിലേക്ക് ഇടണം. ഇനി ജാറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് നന്നായി പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മാറ്റി വെച്ച് ചിക്കനിലേക്ക് നമ്മൾ ഇത് ഇടേണ്ടതാണ്. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും വെച്ച് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല പൊടി ഇടാം. ഇനി അതിട്ടിട്ട് കറി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.